السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وآل كل والصحابة أجمعين أما بعد. പ്രിയമുള്ള സത്യവിശ്വാസികളെ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ റമദാനിലെ 8ാമത്തെ സുദിനത്തിൽ നോമ്പുകാരായി നാം നിലകൊള്ളുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നോമ്പുകളെയും നമ്മുടെ സൽക്കർമ്മങ്ങളെയും സ്വീകരിക്കുമാറാവട്ടെ. വന്നുപോയ മുഴുവൻ പാപങ്ങളും അല്ലാഹു വിട്ടുപുറത്ത് മാപ്പ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെല്ലാവരും ഇബാദത്തെടുക്കുന്നവരാണ്, ആരാധന നിർവഹിക്കുന്നവരാണ്. ആരാധനയിൽ മിതത്വം പാലിക്കണം എന്നുള്ളതാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ നിയമം. ആരാധനയിൽ മാത്രമല്ല, മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏതൊക്കെ സുഹൃതങ്ങളുണ്ടോ, ഏതൊക്കെ നന്മകളുണ്ടോ, എല്ലാ കാര്യങ്ങളിലും അവൻ മിതത്വം പാലിക്കുന്നവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരു സ്ത്രീ ആയിഷ ബീവിയുടെ ചാരത്തിരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, മൻ ഹാദിഹി യാ ആയിഷത്തു, ആയിഷ ഇതാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പ്രത്യുത്തരം നൽകി, നബിയെ, ഇതൊരു സ്ത്രീയാണ്. ആ സ്ത്രീ അവരുടെ നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവരുടെ ഇബാദത്തിനെ കുറിച്ച്. വലിയ ആരാധന നിർവഹിക്കുന്ന സ്ത്രീയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അലൈക്കും ബിമാ തുതീഖൂൻ, അങ്ങനെ നിങ്ങൾ ചെയ്യാൻ പാടില്ല. നിങ്ങളെ കൊണ്ട് കഴിയുന്നതേ നിങ്ങൾ പ്രവർത്തിക്കാവുള്ളൂ. 24 മണിക്കൂറും അല്ലാഹുവിനെ ഇബാദത്തെടുത്തു കൂടുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോടുമായി കൽപ്പിക്കുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉത്തരം നൽകുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ലാ യമില്ലു ഹത്താ തമല്ലു, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ മടികാണിക്കാതെ അല്ലാഹു മടികാണിക്കുകയില്ല. അഥവാ മനുഷ്യരാകുന്ന നമ്മൾ നമ്മുടെ സമയങ്ങൾ മുഴുവനും അല്ലാഹുവിന് വേണ്ടി ചെലവഴിച്ച് 24 മണിക്കൂറും അല്ലാഹുവിന് സുജൂദ് ചെയ്ത് കൂടണമെന്നുള്ള ഒരു കുടുസായ രീതിയിലുള്ള മതശാസനയല്ല അല്ലാഹുവും അവന്റെ റസൂലും നൽകുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കഴിവാകുന്ന സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ സമയങ്ങളാണോ ശ്രദ്ധിക്കാൻ ഇബാദത്തിന് വേണ്ടി പറഞ്ഞ സമയം, ആ സമയങ്ങൾ മാത്രം ശ്രദ്ധ പതിപ്പിക്കുക. അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹാ വഇൻ ഖല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനമാണ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഒരു മനുഷ്യന്റെ അമലാണ്. അവൻ എപ്പോഴും നിത്യമായി ചെയ്യുന്ന പ്രവർത്തനം അത് വളരെ കുറവാണെങ്കിലും ശരിയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്യുകയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരുടെ അടുക്കലിലേക്ക് ഒരു കൂട്ടം സ്വഹാബത്ത് ചെന്നുകൊണ്ട് അവർ രഹസ്യമായി അന്വേഷണം നടത്തി നബി തങ്ങളുടെ ആരാധനയെക്കുറിച്ച്. എല്ലാം സാഗൂതം ശ്രദ്ധ ചെലുത്തി കേട്ടതാകുന്ന സ്വഹാബത്ത് അവർ പരസ്പരം പറയുകയാണ്. നബി തങ്ങളുടെ വീടിന്റെ ഉമ്മറത്തിരുന്നുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ ചെയ്യുന്നത് വെച്ച് നോക്കുമ്പോൾ നബി തങ്ങൾ ചെയ്യുന്ന ആരാധനകൾ വളരെ കുറവാണല്ലോ. ഹദീസിലെ ഗ്രന്ഥങ്ങളിൽ കാണാം, അവർ പറഞ്ഞ വചനം തഖാല്ലു, അവർ വളരെ കുറവായി കാണുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആരാധനയെ വളരെ കുറവായി കണ്ടു. ഒരാൾ പറഞ്ഞു, ഞാൻ രാത്രിയിൽ മുഴുവനും നിന്ന് നമസ്കരിക്കുന്ന വ്യക്തിയാണ്. മറ്റൊരാൾ പറഞ്ഞു, ഞാൻ പകല് മുഴുവനും നോമ്പനുഷ്ഠിക്കുന്ന വ്യക്തിയാണ്. മൂന്നാമത്തെ വ്യക്തി പറഞ്ഞു, ഞാൻ എന്റെ ഭാര്യമാരെ വെടിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന വ്യക്തിയാണ്. അഥവാ അവരുമായിട്ടുള്ള സുഖവാസം ഞാൻ പരിപൂർണമായി ഒഴിവാക്കുന്ന വ്യക്തിയാണ്. ഇത് മൂന്നും കേട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീടിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരികയും നബി തങ്ങൾ അവരോടായി അരുൾ ചെയ്യുകയും ചെയ്തു, നിങ്ങളുടെ വചനങ്ങൾ മുഴുവനും ഞാൻ കേട്ടു. നിങ്ങൾ പറയുന്നത് ഞാൻ എല്ലാം വളരെ ശ്രദ്ധാപൂർവം കേട്ടു. നിങ്ങളിൽ ഒരാൾ പകൽ മുഴുവനും നോമ്പനുഷ്ഠിക്കുകയും മറ്റൊരാൾ എല്ലാ രാത്രിയിലും പരിപൂർണമായി നമസ്കരിക്കുകയും മൂന്നാമത്തെ വ്യക്തി തന്റെ പ്രിയപ്പെട്ട ഭാര്യമാരുമായുള്ള ശാരീരിക ബന്ധം പരിപൂർണമായി ഒഴിവാക്കി ആ സമയം കൂടി അല്ലാഹുവിന് ഇബാദത്തിന് വേണ്ടി കഴിച്ചുകൂട്ടുകയും ചെയ്യുമെന്നാണ് നിങ്ങളുടെ പക്ഷം. പക്ഷേ നിങ്ങളിൽ ഏറ്റവും തഖ്വ അല്ലാഹുവിനോടുള്ളത് ഞാനാണ്. ഞാൻ പരിശുദ്ധ പ്രവാചകനാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ രാത്രിയെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിലൊന്ന് അല്ലാഹുവിന് ഇബാദത്തെടുക്കുവാനും മറ്റൊന്ന് എന്റെ പ്രിയപ്പെട്ട ഭാര്യമാരുമായി സംഗമിക്കുന്നതിന് വേണ്ടിയും മൂന്നാമത്തത് നമസ്കാരത്തിന് വേണ്ടിയുമാണ്.
ഇങ്ങനെ ഞാൻ എന്റെ രാത്രിയിൽ തന്നെ ക്രമീകരിക്കുകയും നോമ്പുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് കൽപ്പിച്ചതിന് പ്രകാരം റമദാനിലെ പരിപൂർണമായി നോമ്പനുഷ്ഠിക്കുകയും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാകുന്ന ഇബാദത്തുകൾ അനുസരിച്ചുകൊണ്ട് നിങ്ങൾ നിലകൊള്ളുക മാത്രമേ യഥാർത്ഥ വിജയികളായുള്ളൂ എന്ന് സ്വഹാബത്തിനോട് നബിതങ്ങൾ ഉണർത്തുകയും ചെയ്യും. ആകയാൽ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, നാം ഏവരും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇബാദത്തുകളിലും നമുക്ക് മിതത്വം അനിവാര്യമാണ്. ഭക്ഷണത്തിൽ മാത്രമല്ല, മറ്റുള്ളതാകുന്ന വസ്തുക്കളിൽ മാത്രമല്ല, ആരാധനയിൽ പോലും മിതത്വം മതി എന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധമായ ദീൻ. പരിശുദ്ധമായ റമദാനിലെ ഏറ്റവും വലിയൊരു ഇബാദത്താണ് തറാവീഹ് എന്ന മഹത്വമാകുന്ന സുന്നത്ത് നമസ്കാരം. മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനമാണ്. പരിശുദ്ധമായ റമദാനിലെ തറാവീഹ് നമസ്കാരം ആരൊരുവൻ പ്രതിഫലേച്ഛയോടുകൂടി കൃത്യമായി നമസ്കരിച്ചിട്ടുണ്ടോ, 20 റക്അത്ത് കൃത്യമായി ജമാഅത്തായി നമസ്കരിക്കാൻ സൗഭാഗ്യം ലഭിക്കുന്ന ഏതൊരു വ്യക്തിയായിരുന്നാലും, ഇനി അതല്ല ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നവനായിരുന്നാലും, നമുക്കറിയാം തറാവീഹ് നമസ്കാരം സുന്നത്തായ നമസ്കാരമാണ്. അത് ഒറ്റയ്ക്കും നിർവഹിക്കാം, ഇമാമും ജമാഅത്തുമായി നമസ്കരിക്കാം. ഇമാമും ജമാഅത്തുമായി നമസ്കരിക്കുന്നതിനാണ് കൂടുതൽ ശ്രേഷ്ഠത. പള്ളിയിൽ പുരുഷന്മാർ കൃത്യമായി ഇമാമും ജമാഅത്തുമായി നമസ്കരിക്കാൻ റമദാനിൽ വലിയ താല്പര്യം ഈ വിഷയത്തിൽ കാണിക്കാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ അമലുകൾ സ്വീകരിക്കുമാറാവട്ടെ. തറാവീഹ് നമസ്കാരം പ്രതിഫലേച്ഛയോടുകൂടി ആരൊരുവൻ അള്ളാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്തുവോ അവന്റെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നതാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാത്രിയിലുള്ള നമസ്കാരമാണ് തറാവീഹ് നമസ്കാരം. ഇശാ നമസ്കാരത്തിന് ശേഷം തറാവീഹ് നമസ്കാരം ആരംഭിക്കുന്നു. അതിനുശേഷം പിന്നീട് വിത്ർ നമസ്കാരം നിർവഹിക്കുന്നു. ഏറ്റവും ചുരുങ്ങിയത് 1 റക്അത്ത് വിത്ർ, അതല്ലെങ്കിൽ 3 റക്അത്ത്, അതുമല്ലെങ്കിൽ 11 റക്അത്ത് വരെ വിത്ർ നമസ്കാരത്തിന്റെ എണ്ണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ ചെയ്ത് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് പിന്നീട് വിശ്രമിക്കുന്ന നമ്മൾ രാവിലെ എഴുന്നേറ്റ് 2 റക്അത്ത് തഹജ്ജുദ് നമസ്കരിക്കാൻ മറന്നുപോകരുത്. ഇടയത്താഴ സമയത്ത് എഴുന്നേറ്റുകൊണ്ട് 2 റക്അത്ത് തഹജ്ജുദ് നമസ്കരിക്കുന്ന വിശ്വാസികളായി നാം ഏവരും ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ്. വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നു, വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദ. വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുക, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ومن الليل فتهجد به نافلة لك عسى أن يبعثك ربك مقاما محمودا. ജീവിതത്തിൽ വലിയ സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കാത്തവരായി ആരുമുണ്ടാവുകയില്ല. നാം ഏവരും ദുനിയാവിലും ആഖിറത്തിലും ഉയർന്നവരാകണമെന്നുള്ളതാകുന്ന ചിന്ത വെച്ച് പുലർത്തുന്നവരാണ്. അങ്ങനത്തെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഭൗതികത്തിലും ആഖിറത്തിലും ഉയരണമെന്നുള്ള താല്പര്യമുള്ളവൻ തീർച്ചയായിട്ടും ആഖിറത്തിൽ പ്രത്യേകമായി ഉറച്ച് ആഗ്രഹിക്കുന്നവൻ രാത്രിയിലുള്ളതാകുന്ന നിശാ നമസ്കാരത്തെ അവൻ മറക്കാൻ പാടില്ല. അള്ളാഹുവിലേക്ക് തിരിഞ്ഞുകൊണ്ട് നമ്മുടെ കാര്യങ്ങളെ ഏൽപ്പിക്കാൻ ഏറ്റവും നല്ല സമയവും സന്ദർഭവും അതാണ്. ലോകം മുഴുവനും ഉറങ്ങുമ്പോൾ ഉറക്കമൊഴിച്ച് നിർനിദ്രനായി അള്ളാഹുവിലേക്ക് മടങ്ങാൻ നമുക്ക് കഴിയണം. 2 റക്അത്ത് തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്നതാകുന്ന രാവുകളാക്കി ഈ പരിശുദ്ധമായ റമദാനിന്റെ രാവുകളെ ജീവസുറ്റതാക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തറാവീഹും നമ്മുടെ പരിശുദ്ധമായ തഹജ്ജുദ് അടക്കമുള്ളതാകുന്ന സർവ്വ നമസ്കാരങ്ങളും അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. റമദാനിലെ ഫർദ് നോമ്പുകളെ പറ്റി ഞാൻ പറയേണ്ടതില്ലല്ലോ. റമദാനിൽ ഒരു സുന്നത്ത് നമസ്കരിച്ചാൽ തന്നെ ഒരു ഫർദിന്റെ കൂലിയാണ്. ഒരു സുന്നത്തിന് ഒരു ഫർദിന്റെ കൂലി, ഒരു ഫർദിന് 70 ഫർദുകളുടെ കൂലി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളിയതാണ്. അതുകൊണ്ട് റമദാനിലെ 5 വഖത്ത് ഫർദ് നമസ്കാരങ്ങൾ മുടക്കം വരുത്താതെ, അതിന്റെ മുമ്പും ശേഷവുമുള്ള റവാത്തിബാകുന്ന സുന്നത്തുകൾ മുടക്കം വരുത്താതെ അതെല്ലാം കൃത്യത വെക്കാൻ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അഅ്മാലുകളെ സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് അവനിലേക്ക് തന്റെ അടിമ അടുക്കുക എന്നുള്ളത്. ആ അടുക്കൽ ഇബാദത്തിലൂടെ ആരാധനയിലൂടെ ആവുക അള്ളാഹുവിന് ഏറ്റവും പ്രിയം ചെന്ന കാര്യമാണ്.
പരിശുദ്ധമായ നമസ്കാരത്തിലെ റവാത്തിബ് സുന്നത്തുകൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടുന്ന ഒന്നാണ്. മോമിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ അവിഭാജ്യ ഘടകമാണ് സുന്നത്ത് നമസ്കാരങ്ങൾ. ഫർള് നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നമസ്കാരങ്ങളെ റവാത്തിബ് എന്ന് നാമകരണം ചെയ്തിരിക്കുന്നു. റവാത്തിബ് സുന്നത്ത് നമസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്ത് നമസ്കാരമാണ് സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത് നമസ്കാരം. അഥവാ സുബഹിയുടെ ബാങ്ക് മുഴങ്ങി ഇഖാമത്തിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം. 2 റക്അത്ത് സുബഹിയുടെ സുന്നത്ത് നമസ്കാരം അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് കൈകെട്ടി 2 റക്അത്ത് സാധാരണ രീതിയിൽ നിസ്കരിക്കുക. അതിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടുന്ന സൂക്തമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്തു, മൻ സ്വല്ലാ സുന്നത്തൈ സുബ്ഹി ബി അലം അലം ലം യജിദുഹു ഫീ ദാലിക്കൽ യൗമി അലമുൻ. ആരെങ്കിലും അലം അലം എന്ന് തുടങ്ങുന്ന 2 സൂക്തങ്ങൾ കൊണ്ട് പരിശുദ്ധമായ സുബഹിയുടെ സുന്നത്ത് നമസ്കരിച്ചാൽ അന്നത്തെ ദിവസം എല്ലാ വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അവന് മുക്തമായ ജീവിതം ലഭിക്കുമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്തിരിക്കുന്നു. ആകയാൽ സുബഹിയുടെ സുന്നത്ത് നമസ്കാരത്തിൽ അലം നശറഹ് ലക സദറക എന്നുള്ള സൂക്തം 1-ാമത്തെ റക്അത്തിലും അതിനോടൊപ്പം തന്നെ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്നുള്ള സൂറത്തുൽ കാഫിറൂൻ 2-ാമത്തെ റക്അത്തിൽ പരിശുദ്ധമായ സൂറത്തുൽ ഫീൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന സൂക്തവും അതിനോടൊപ്പം തന്നെ സൂറത്തുൽ ഇഖ്ലാസ് അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂക്തവും ഇങ്ങനെ പാരായണം 2 റക്അത്തിലായി ആരെങ്കിലും നിർവഹിച്ച് നമസ്കരിച്ചാൽ ദുനിയാവിലുള്ള എല്ലാ വിഷമങ്ങളും കെടുതികളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് മോചനം നൽകുമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്തതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചിട്ടുള്ള നമസ്കാരങ്ങളിൽ ഒന്നാണ് ഇതെന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സുബഹി നമസ്കാരത്തിന് വേണ്ടി ബാങ്ക് മുഴക്കിയതിനു ശേഷം ക്ഷണിക്കാൻ ചെന്ന ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനോട് ആയിഷ ബീവി 1-2 കാര്യങ്ങൾ ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് ബിലാൽ റളിയല്ലാഹു അൻഹു ചെന്നപ്പോൾ സമയം അല്പം വൈകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമയത്ത് സുന്നത്ത് നമസ്കരിക്കുകയായിരുന്നു. അത് സുബഹിയുടെ സുന്നത്തായിരുന്നു. അന്നത്തെ നമസ്കാരം സാധാരണയിൽ വൈകിയാണ് സുബഹി നമസ്കരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നിസ്കാരം കഴിഞ്ഞ ശേഷം ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു മുഅദ്ദിനായ പ്രവാചകന്റെ ബാങ്ക് വിളിക്കാരനായ ബഹുമാന്യന വ്യക്തിത്വം ചോദിച്ചു, നബി തങ്ങളെ സാധാരണയിൽ വൈകിയാണല്ലോ നമ്മൾ ഇന്ന് സുബഹി നമസ്കരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ എന്നെ വിളിക്കാൻ വരുമ്പോൾ ഞാൻ സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുകയായിരുന്നു. ആ സുബഹിയുടെ സുന്നത്തിന് ഇനിയും സമയം എടുക്കേണ്ടി വന്നാലും ഞാൻ അത് നമസ്കരിച്ചിട്ടേ ഫർളായ നമസ്കാരം നിർവഹിക്കുകയുള്ളൂ എന്ന് ആ നമസ്കാരത്തിന്റെ ശ്രേഷ്ഠത വിവരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തി. ആകയാൽ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ പ്രേക്ഷകരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ ജീവിതത്തിലുടനീളം ഒരിക്കലും മായാതെ മറയാതെ നിലകൊള്ളണം സുന്നത്ത് നമസ്കാരങ്ങൾ. ആ നമസ്കാരങ്ങളിൽ ഏറ്റവും പവിത്രമായ റവാത്തിബ് സുന്നത്തുകളിൽ ശ്രേഷ്ഠമായ സുബഹിയുടെ 2 റക്അത്ത് സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയൊരു വിജയത്തിളക്കമായി മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കൃത്യത വെക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്തതായി ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, നിങ്ങളിൽ ആർക്കെങ്കിലും എല്ലാ ദിവസവും കഴിവാകുമെങ്കിൽ ഞാൻ ഈ പറയുന്ന നമസ്കാരം നിങ്ങൾ നിർവഹിക്കുക എന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തസ്ബീഹ് നമസ്കാരത്തിന്റെ മഹത്വം വിവരിക്കുകയാണ്. ആർക്കെങ്കിലും കഴിയുമെങ്കിൽ എല്ലാ ദിവസവും അനുഷ്ഠിക്കുക, അതുമല്ലെങ്കിൽ ആഴ്ചയിൽ 1 ദിവസം, അതുമല്ലെങ്കിൽ മാസത്തിൽ 1 ദിവസം, അതുമല്ലെങ്കിൽ വർഷത്തിൽ 1 ദിവസം, അതുമല്ലെങ്കിൽ നിങ്ങളുടെ ആയുസ്സിൽ 1 പ്രാവശ്യമെങ്കിലും നിങ്ങൾ നമസ്കരിക്കേണ്ട നമസ്കാരമാണ് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശ്രേഷ്ഠതയാകുന്ന തസ്ബീഹ് നമസ്കാരം അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിന് പഠിപ്പിക്കുക. തസ്ബീഹ് നമസ്കാരം അതിന്റെ പേര് പോലെ തന്നെ തസ്ബീഹ് എന്ന മഹത്തായ അല്ലാഹുവിന്റെ പരിശുദ്ധിപ്പെടുത്തുന്ന വചനങ്ങൾ ഉള്ളതുകൊണ്ടാണ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന മഹത്തായ ദിക്ർ അതിലുള്ളതുകൊണ്ട് തന്നെയാണ് തസ്ബീഹ് നമസ്കാരം, പരിശുദ്ധപ്പെടുത്തുന്ന നമസ്കാരം എന്നതിന് പേര് വരാൻ തന്നെ കാരണം. തസ്ബീഹ് നമസ്കാരം 4 റക്അത്താണ്. പകലാണ് നമസ്കരിക്കുന്നത് എങ്കിൽ ഈ 4 റക്അത്തും ഒരൊറ്റ നിയ്യത്തിൽ തന്നെ നമുക്ക് നമസ്കരിക്കാൻ പറ്റുന്നതാണ്.
സാധാരണ രീതിയിൽ മിക്ക ആളുകൾ നമസ്കരിക്കുന്നത് രാത്രിയിലായതുകൊണ്ട് തന്നെ 2 റക്അത്തായിട്ട് വേണം നമസ്കരിക്കാൻ, അഥവാ ഈ രണ്ട് റക്അത്തായിട്ട് നമസ്കരിക്കുക. അതേ രീതിയിൽ തന്നെ നാം നിയ്യത്ത് ചെയ്യൽ അനിവാര്യമാണ്. 2 റക്അത്ത് തസ്ബീഹ് നമസ്കാരം അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു എന്ന് കരുതി ഒറ്റയ്ക്കാണ് നമസ്കരിക്കേണ്ടത്. തസ്ബീഹ് നമസ്കാരം ജമാഅത്ത് സുന്നത്തിന്റെ. തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി ഫാത്തിഹ സൂറത്ത് ഓതിയതിനു ശേഷം 4 റക്അത്തുകളിലും ഓതേണ്ടുന്ന സൂക്തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തു തകാസുർ ഫാത്തിഹയ്ക്ക് ശേഷം പാരായണം ചെയ്യുക. 2ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ അസ്ർ പാരായണം ചെയ്യുക. വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്ന് തുടങ്ങുന്ന സൂക്തം പരിപൂർണമായി പാരായണം ചെയ്യുക. 3ാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്നുള്ള സൂറത്തുൽ കാഫിറൂന പരിപൂർണമായി പാരായണം ചെയ്യുക. 4ാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ള സൂക്തം പരിപൂർണമായി പാരായണം ചെയ്യുക. 1ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്കും സൂറത്തിനും ശേഷം 15 പ്രാവശ്യം മേൽ പറഞ്ഞ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലുകയും റുകൂഅ് ചെയ്യുക. റുകൂഇൽ ചൊല്ലേണ്ടുന്ന ദിക്റുകൾക്ക് ശേഷം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്ർ 10 പ്രാവശ്യം ചൊല്ലുക. ശേഷം ഇഅ്തിദാൽ ചെയ്യുക. ഇഅ്തിദാലിൽ വന്നതിന് ശേഷം അവിടെ ചൊല്ലേണ്ടുന്ന ദിക്റുകൾ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം 10 പ്രാവശ്യം മേൽപ്പറഞ്ഞ ദിക്ർ ആവർത്തിക്കുക. വീണ്ടും സുജൂദ് ചെയ്യുക. അവിടുത്തെ ദിക്റുകൾ കഴിഞ്ഞതിന് ശേഷം മേൽപ്പറഞ്ഞ ദിക്ർ 10 പ്രാവശ്യം ആവർത്തിക്കുക. അതിനുശേഷം വീണ്ടും ഇടയിലെ ഇരുത്തം ഇരിക്കുക. അവിടെ നമ്മൾ സാധാരണ ചെല്ലുന്ന ദിക്റുകൾക്ക് ശേഷം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്ർ 10 പ്രാവശ്യം ചൊല്ലുക. വീണ്ടും 2ാമത്തെ സുജൂദ് ചെയ്യുന്നു. അവിടെയും സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്നതിന് ശേഷം മേൽപ്പറഞ്ഞ ദിക്ർ 10 പ്രാവശ്യം ചൊല്ലി സാധാരണ രീതിയിൽ 1ാമത്തെ റക്അത്തിൽ നിന്ന് 2ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ ഷാഫി മദ്ഹബിൽ ഇസ്തിറാഹത്തിന്റെ സുന്നത്തായ ഒരു ഇരുത്തമുണ്ട്. ആ സുന്നത്തായ ഇരുത്തത്തിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഇരുന്നതിന് ശേഷം 10 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലുക. അതിനുശേഷം പിന്നീട് തക്ബീർ ഇല്ലാതെ നമ്മൾ 2ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുക. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പല ആളുകളും ആ ഇരുത്തത്തിൽ പിന്നെ എഴുന്നേൽക്കുമ്പോൾ വീണ്ടും ഒരു തക്ബീർ ചൊല്ലാറുണ്ട്. അത് പാടില്ലാത്തതാണ്. കാരണം നൃത്തത്തിലോട്ടുള്ള ആ തക്ബീർ നമ്മൾ ആ ഇരുത്തത്തിൽ വരെ എത്തലുകൊണ്ട് തക്ബീർ കഴിഞ്ഞു. അവിടെ കൊണ്ട് നമ്മൾ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലി പിന്നെ അനക്കമടങ്ങി നേരെ എഴുന്നേറ്റ് വന്ന് കൈകെട്ടുക. കൈകെട്ടിയതിന് ശേഷം പിന്നീട് ഫാത്തിഹ സൂറത്ത് വൽ അസ്ർ എന്നുള്ള സൂക്തം ഓതിയതിനു ശേഷം വീണ്ടും 15 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലുക. 1ാമത്തെ റക്അത്തിൽ പറഞ്ഞതുപോലെ റുകൂയിലും സുജൂദിലും ഇഅ്തിദാലിലുമെല്ലാം മേൽ പറഞ്ഞ ഓതേണ്ടുന്ന ദിക്റുകൾ അഥവാ അവിടെ ചൊല്ലേണ്ടുന്ന ദിക്റുകൾക്ക് ശേഷം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലി അവസാനത്തെ അത്തഹിയ്യാത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ 2ാമത്തെ റക്അത്തിന്റെ അത്തഹിയ്യാത്തിൽ ഇരിക്കുമ്പോൾ അത്തഹിയ്യാത്തിന് മുമ്പായി 10 പ്രാവശ്യം ഈ ദിക്ർ നമ്മൾ ചൊല്ലുക. അഥവാ ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും ദിക്റുകൾക്ക് ശേഷമാണ് ദിക്റെങ്കിൽ അത്തഹിയ്യാത്തിന്റെ അവിടെ വരുമ്പോൾ അത്തഹിയ്യാത്തിന് മുമ്പായിരിക്കണം ഈ ദിക്ർ 10 പ്രാവശ്യം ചൊല്ലേണ്ടുന്നത്. അതിനുശേഷം അത്തഹിയ്യാത്ത് ഓതി നമ്മൾ സലാം വീട്ടുക. വീണ്ടും 3ാമത്തെ റക്അത്തും 4ാമത്തെ റക്അത്തും മേൽ പറഞ്ഞ നിയ്യത്തിൽ ഇതേപോലെ തന്നെ സൂറത്തുൽ കാഫിറൂനെയും സൂറത്തുൽ ഇഖ്ലാസും ഓതി നമസ്കാരം പൂർത്തീകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നമസ്കാരങ്ങളെ സ്വീകരിക്കുമാറാവട്ടെ. ഏതെങ്കിലും ഭാഗങ്ങളിൽ നമ്മൾ തക്ബീർ ചൊല്ലാൻ അഥവാ ദിക്ർ ചൊല്ലാൻ വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ സുബ്ഹാനല്ലാഹ് എന്ന് തുടങ്ങുന്ന ആ ദിക്ർ നമ്മുടെ നൃത്തത്തിലോ ഇരുത്തത്തിലോ എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ അത് തൊട്ടടുത്ത ഫർദിൽ പരിഹരിക്കാതെ അത് സുജൂദിൽ പരിഹരിച്ച് വിട്ടുക. അതിന്റെ എണ്ണം പൂർത്തീകരിക്കുക. ഒരു റക്അത്തിൽ 75ഉം 4 റക്അത്തുകളിലൂടെ 300 തസ്ബീഹായിട്ട് ഇൻഷാ അല്ലാഹ് കണക്കാക്കുക. അല്ലാഹു നമ്മുടെ നമസ്കാരങ്ങളെ സ്വീകരിക്കട്ടെ. തസ്ബീഹ് നമസ്കാരം വളരെയേറെ ശ്രേഷ്ഠതയുള്ളതാണ്. മുൻഗാമികളാകുന്ന മുഴുവൻ ആളുകളും സ്വഹാബത്ത് ഒന്നടങ്കം താബീയങ്ങളും ശേഷമുള്ളവരും ഒക്കെ നമസ്കരിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ആയുസ്സിൽ ഒരു പ്രാവശ്യമെങ്കിലും ആ നമസ്കാരം നിർവഹിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്നല്ല അത് നിത്യമാക്കാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.